കേരളത്തിൽ ഇനിയൊരു 5 വർഷവും കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വരണം എന്ന് അയാളുടെ പാർട്ടിക്കാരായിട്ടുള്ള CPM-കാർ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യവും മോഹൻലാലിന് അറിയാൻ പാടില്ല എന്നിട്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ഇത്രയേറെ വെറുക്കുന്ന ഒരു മനുഷ്യൻ അധികാരത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാൻ ജനങ്ങൾ തീരുമാനിച്ച് ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയേറെ ദയാരഹിതനായിട്ടുള്ള ഒരു മനുഷ്യൻ പാർട്ടിയെയും സർക്കാരിനെയും തൻ്റെ ചവിട്ടടിയിൽ നിർത്തി ഒരു തികഞ്ഞ ഏകാധിപതിയെപ്പോലെ കാര്യങ്ങൾ ചെയ്യുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനെ തന്നെ പോലുള്ളൊരു നടൻ മനുഷ്യനെ അഭിമുഖ സംഭാഷണം നടത്തി കുളിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ പൂശിയെടുക്കാൻ ഒരു ശ്രമം നടത്തിയാൽ ജനങ്ങൾ തന്നെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യും എന്നറിയാത്ത ആളൊന്നും അല്ലല്ലോ മോഹൻലാൽ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനൊരു അഭിമുഖം നടത്തുമ്പോൾ അയാളെ വെറുക്കുന്ന, പിണറായി വിജയനെ വെറുക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും മുന്നിൽ താനും ഒരു പരിഹാസ കഥാപാത്രമാകും എന്ന് അതുല്യ നടനായിട്ടുള്ള മോഹൻലാലിന് അറിയാൻ പാടില്ലഞ്ഞിട്ടാണല്ലോ. അറിയാമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. കാരണം ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ മോഹൻലാലിന് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നൊരു കാര്യമൊന്നുമില്ല. നമ്മുടെ ഇടയ്ക്കിലൊക്കെ തന്നെ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു നടനല്ലേ മോഹൻലാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനൊരു സമയത്ത് ഇതുപോലൊരു ജനാധിപത്യ വിരുദ്ധനെ കുളിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത് എന്നുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി ഉണ്ട്. സുഹൃത്തുക്കളെ, ആ സംശയത്തിനൊരു നിവാരണം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്, മോഹൻലാലെ ഒരു അഭിമുഖം പിണറായി വിജയനുമായി നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം മോഹൻലാൽ പല കാരണങ്ങൾ കൊണ്ടും ബ്ലാക്ക് മെയിൽഡ് ആണ് എന്നതുകൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാൻ.